അപ്പോൾ ഇതാണ് സക്കൂറ ഫ്ലവർ. ട്രഡീഷണൽ വേഷങ്ങളൊക്കെ ഇട്ട് ഒരുപാട് പേര് വന്നത് പണ്ട് കൊടിയൊക്കെ പിടിച്ചിട്ട്. സ്പ്രിങ് ഇതാണ് ആക്ച്വൽ സ്പ്രിങ്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല. ഇറയിലൊക്കെ ഓരോ മഞ്ഞപ്പൂക്കൾ. സമ്മറിൻ്റെ സമയത്ത് ഇതുണ്ടാവില്ല. അപ്പോൾ മിഡ് സമ്മറിൻ്റെ സമയത്ത് ചിലപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഹേയ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. സോ അപ്പോൾ നമ്മളിന്ന് ഊസ്വര പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് വന്നിട്ടുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സക്കൂറ എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവർ പൂക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അതായത് നമ്മുടെ ഒരു ഏപ്രിൽ അവസാനം മെയ് ആദ്യ ആ സമയങ്ങളിലൊക്കെ ഇവിടെ പൂക്കുന്നൊരു പൂവാണ്. അപ്പോൾ എന്തായാലും അത് കാണണം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ ഊസ്വര പാർക്ക്. ഇവിടെ ഒരു ജയൻറ്റ് വീലൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതാണ് നമ്മുടെ സക്കൂറ ഫ്ലവർ. ഒരു ജാപ്പനീസ് ഫ്ലവറാണ്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ മൊത്തത്തിൽ, അവിടെ മാത്രമല്ല ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫ്ലവേഴ്സൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം, അടുത്തോട്ട് പോയി നോക്കാം. കാരണം ഇന്നിപ്പോൾ ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് വന്നിട്ട്. അപ്പോൾ നല്ല ക്രൗഡുണ്ട്. എന്തായാലും പോയി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ സക്കൂറ ഫ്ലവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാ ആ കാണുന്നതാണ് സക്കൂറ പൂക്കൾ. മരത്തിന് മുകളിൽ നിറച്ചും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ആക്ച്വലി ഇത് 2012 ഇവർ പ്ലാൻ ചെയ്തതാണ് സംഭവം. പിന്നെ ഇത് ഈ ഒരു ടൈം ആകുമ്പോൾ പൂക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സക്കൂറ ഫ്ലവർ. താഴെയൊക്കെ മൊത്തം വീണ് കിടപ്പുണ്ട്. എന്തായാലും ഭയങ്കര ഒരു കിടിലൻ കാഴ്ചയാണ് സംഭവം. വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടാ, യെസ്, നല്ല കിടിലൻ കാഴ്ച അല്ലേ. വാവ്. കാരണം നല്ല ക്രൗഡുണ്ട്. ഇന്ന് ഇവിടെ ലീവാണ്, അതായത് ഇവിടുത്തെ റിപ്പബ്ലിക് ഡേ ആണ്. കണ്ടാ പൂക്കളൊക്കെ ഇങ്ങനെ പാറിപ്പോകുന്നു കിടിലമായിട്ട് അല്ലേ, അടിപൊളി. അപ്പോൾ ഇതാണ് സക്കൂറ ഫ്ലവർ. കണ്ടാ, ഇതാണ് ഈ മരത്തിൽ മൊത്തം നിൽക്കുന്നത്. മരത്തിൻ്റെ മുകളിൽ മൊത്തമുള്ള പൂവാണ്. കണ്ടോ, ഇവിടെ അപ്പുറത്തും കുറച്ച് മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പുറത്തേക്കും ആ പിങ്ക് കളർ കണ്ടല്ലേ, കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും കിടിലം എന്ന് വെച്ചാൽ കിഡിലോസ്കി. ഇതാണ് പൂ. ഇതേ ഗായ്സ്, അങ്ങനെ ഇവിടെ പല മരങ്ങളുണ്ട്. സക്കൂറയുടെ അപ്പുറത്ത് കാണുന്നുണ്ട്, പിങ്ക് കാണുന്നുണ്ടല്ലോ, അവിടെയും കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ ഒരു സ്പ്രിങ്. ഇതാണ് ആക്ച്വൽ സ്പ്രിങ്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല. കാരണം എനിക്കൊന്നൊരു യൂറോപ്യൻ കൺട്രീസിലും അങ്ങനത്തെ, ഇപ്പം ജപ്പാനിൽ ജാപ്പനീസ് ഫ്ലവറാണല്ലോ, ജപ്പാനിൽ ഇങ്ങനെ സ്ഥലത്തൊക്കെ നമുക്ക് ആക്ച്വലി സ്പ്രിങ് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ സ്പ്രിങ് ആക്ച്വലി കാണാൻ പറ്റില്ല ശരിക്കുള്ള. ഇതാണ് ഒരു, അതായത് ഏപ്രിൽ അവസാനം, സമ്മർ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഏപ്രിൽ അവസാനം മെയ് തുടങ്ങുന്ന ഒരു സമയത്താണ് ഈ സ്പ്രിങ് ആക്ച്വലി. അത് നമുക്ക് എവിഡൻ്റായിട്ട് ഇങ്ങനത്തെ കൺട്രീസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഈ കാലാവസ്ഥകൾ അല്ല എവിഡൻ്റായിട്ട് കാണാൻ പറ്റുന്ന യൂറോപ്പിലും അതുപോലുള്ള രാജ്യങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പക്ഷേ മൺസൂണുണ്ട്, ഇവിടെ മൺസൂണില്ല. അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നത് എനിക്ക്. ഇവിടെ തറയിലൊക്കെ ഈ സക്കൂറ വീണ് കിടക്കുന്ന മൊത്തം ഒരു സക്കൂറമായാണ്. നോക്കുവാണെങ്കിൽ മൊത്തത്തിലൊരു സക്കൂറ മയം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നു, നല്ല കാറ്റടിക്കുന്നുണ്ട്. എനിക്കൊന്നും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് മൊത്തം കൊഴിഞ്ഞു പോകും. കാരണം അത്ര കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ച് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. എനിക്കൊന്നും ഈ ഒരു ക്ലൈമറ്റ് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ വീഴുന്നത്. ഒരുപാടെണ്ണം കൊഴിഞ്ഞു പോകുന്നത്. നല്ല കാറ്റടിച്ചിട്ട് ഇങ്ങനെ നല്ല കാറ്റിൽ കിടന്ന് ആടി ഒലയുന്നുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെണ്ണം പാറി പോകുന്നുണ്ട്. ഇതിന് മിക്കവാറും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു 1 വീക്കും കൂടി ഇത് കാണുമായിരിക്കും. 1 വീക്ക് കഴിഞ്ഞാലും ഉണ്ടാവില്ല. അവിടെ എന്തായാലും പോയി നോക്കാം. അപ്പുറത്ത് നല്ല വലിയൊരു മരമുണ്ട്. എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകും. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന വലിയ മരം. നല്ല കട്ടക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ സക്കൂറ. എന്തായാലും പൊളി സെറ്റപ്പ് തന്നെ അല്ലേ, അടിപൊളി. നല്ല കട്ടക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല ഇവിടെ മൊത്തം നല്ല റഷാണ്. കാരണം ഇന്ന് വീക്കെൻഡല്ല, ഞാൻ പറഞ്ഞ പോലെ ലീവായതുകൊണ്ട് പിള്ളേരും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. സോറി, നമുക്ക് അപ്പുറത്തും മരങ്ങളുണ്ട്. ഇതൊന്നും നോക്കാതെ കണ്ട ആൾക്കാർ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുക. ഞാൻ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മൾ സെൽഫി എടുക്കുന്നു. ഇവിടെ പിന്നെ പച്ച പൂക്കളുണ്ട്. നമ്മുടെ സക്കൂറയുടെ പിങ്ക് പൂക്കളും, ഇവിടെ സക്കൂറയുടെ പിങ്ക് പൂക്കൾ മാത്രമല്ലാതെ അതവിടെ പച്ച പൂക്കളും കാണാൻ പറ്റുന്നുണ്ട്.
എന്തായാലും മൊത്തത്തിലൊരു ഈ പാർക്ക് അടിപൊളിയാണ് സ്പ്രിങ്ങിൽ. ഇതിനും വേണ്ടിയിട്ട് ഒരു വർഷം മൊത്തം ആൾക്കാർ കാത്തിരിക്കും ഇവിടെ വന്നിട്ട് ഇത് കാണാനും ഈ ഫോട്ടോ എടുക്കാനും. ഇവരുടെ ഇപ്പോൾ ലാറ്റ്വിയൻസിൻ്റെ ഒക്കെ ഫേസ്ബുക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ നിർബന്ധമായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരൊക്കെ ഇവിടെ വന്ന് ഉണ്ടാവും. ചക്രമുള്ള വണ്ടിയിലും അല്ലാത്ത രീതിയിലും എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് സംഭവം. നല്ല കാറ്റുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം പാറിപ്പോകുന്നുണ്ട്. ഈ തറയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ പൂക്കൾ സക്കൂറ കൊഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും ഹറിയപ്പ് എത്രയും പെട്ടെന്ന് വേഗം വന്ന് കാണാം ഇവിടെ. സോ അങ്ങനെയാണ് ഇതിവിടെ ഒരുപാട് ഇവിടുത്തെ ട്രഡീഷണൽ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട് കൊടിയൊക്കെ പിടിച്ചിട്ട്. അതായത് ഇവരുടെ മിഡ് സമ്മർ സമയത്ത്, അതായത് സമ്മർ ആവുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. മുമ്പ് കഴിഞ്ഞ വർഷം ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ അങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു പൂക്കളുടെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. ആ ഒരു വേഷത്തിലേക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നേക്കുവാണ്. കാരണം ഇതിപ്പോഴേ ഉണ്ടാവുള്ളൂ. ആ മിഡ് സമ്മറിൻ്റെ സമയത്ത് ഇതുണ്ടാവില്ല. അപ്പോൾ മിഡ് സമ്മറിൻ്റെ സമയത്ത് ചിലപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും പൊളിയാണ്. പിള്ളേരൊക്കെ വന്ന് നിൽപ്പുണ്ട്. എല്ലാവരും പല പല വേഷങ്ങളിൽ, ഇവരുടെ ട്രഡീഷണൽ വേഷങ്ങളിൽ വന്നിട്ട് അവിടെ നിന്ന് കൊടിയൊക്കെ പിടിച്ച്, ലാറ്റ്വിയുടെ കൊടിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ കണ്ടോ ഇവിടെ തറയിലൊക്കെ നല്ല ഓരോരോ മഞ്ഞപ്പൂക്കൾ. ഇത് കണ്ടോ തറയിലൊക്കെ ഓരോ മഞ്ഞപ്പൂക്കൾ കണ്ടോ. ഈ തറയിലൊക്കെ മൊത്തം ഇവിടെ ഈ ഒരു മഞ്ഞപ്പൂവാണ് ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം. മൊത്തത്തിലൊക്കെ കണ്ടോ തറയിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും സംഭവം. ഇവിടെ വന്ന് കാണുന്നത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ട്രിപ്പ് വരുന്നുണ്ട് അടുത്ത ദിവസം. നമ്മൾ എസ്റ്റോണിയ ഫിൻലാൻഡിലൊരു ട്രിപ്പ് പോകുന്നുണ്ട്, നാളെ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വ്ളോഗുകളൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. കാണട്ടെ, എല്ലാവരും കാണട്ടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അടുത്തുള്ളവരാണെങ്കിൽ പോയി കാണാം ഈ പരിപാടികളൊക്കെ. ഇങ്ങനത്തെ ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് വരുന്ന കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ബൈ.